കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം. എല്ലാവരെയും സ്നേഹപൂർവ്വം മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 8-ാം തിരുവചനം. ഈശോ പറയുകയാണ്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ലോകം മുഴുവനും വലിയ വിശ്വാസ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലും ലോകം മുഴുവനും വലിയ വിശ്വാസ പ്രതിസന്ധിയിലൂടെ തന്നെ കടന്നു പോകും എന്ന് ഉറപ്പുള്ള ഈ സമയത്ത് നമ്മളിന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് വിശുദ്ധ ബൈബിളിലെ വിശ്വാസികളുടെ പിതാവ് എന്ന് നമ്മൾ വിളിക്കുന്ന അബ്രാഹത്തെക്കുറിച്ചാണ്. അബ്രാഹത്തിൻ്റെ വിശ്വാസവും അബ്രാഹത്തിൻ്റെ സ്നേഹവും അനുസരണവും കാത്തിരിപ്പുമെല്ലാം അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, തൻ്റെ വരാൻ പോകുന്ന തലമുറകൾക്ക് മുഴുവനും വലിയ അനുഗ്രഹമായിട്ട് മാറുന്നത് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുകയാണ്. നമ്മളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മളുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ സമൂഹവും സഭയും രാജ്യങ്ങളും ദേശങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ, ഒരു അബ്രാഹമായിട്ട് മാറുവാനുള്ള വലിയൊരു വിളി നമുക്കെല്ലാവർക്കുമുണ്ട്. നമുക്കൊരുമിച്ച് ചിന്തിക്കാം. എല്ലാവരെയും സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ മന്നായുടെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹാം, നമുക്കറിയാമല്ലേ, വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലെല്ലാം എല്ലാ പ്രതിസന്ധികളും ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തീരുമാനങ്ങളെടുത്ത ആ അബ്രാഹത്തിൻ്റെ മനോഭാവം എനിക്ക് സ്വന്തമാക്കാൻ പറ്റണമെങ്കിൽ എൻ്റെ വിശ്വാസം ദൈവത്തിലായിരിക്കണം. ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് ശരിക്കും അവനും ദൈവവുമായുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു അവസ്ഥയാണ് അതിരിക്കുന്നത്. നമുക്കറിയാം, അത് നമ്മുടെ പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഹെബ്രായർ 12:2 ഒരു വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവരുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടുവാനായിട്ട്. അബ്രാഹാം ദൈവത്തെ മുന്നിൽ കണ്ടു ഓടി. എല്ലാ മേഖലകളിലും ദൈവത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്. നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസ വെളിച്ചം എന്ന ചാക്രിക ലേഖനത്തിൽ വിശ്വാസത്തെക്കുറിച്ച് മനോഹരമായ ഒരു നിർവചനം പറയുന്നുണ്ട്. ഇങ്ങനെ മാർപ്പാപ്പ പറയുന്നത്, യേശുവിനെ വെറുതെ ഉറ്റുനോക്കലല്ല വിശ്വാസം. യേശു സ്വന്തം കണ്ണുകളാൽ കാണുന്നതും അതോടൊപ്പം തന്നെ യേശു ദർശിക്കുന്ന കാഴ്ചപ്പാടിലുള്ള പങ്കുപറ്റലുമാണ് വിശ്വാസം. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ
യേശുവിനെ പോലെ അല്ലെങ്കിൽ ദൈവത്തിനെ പോലെ കാണുവാനും ചിന്തിക്കുവാനും എനിക്ക് സാധിക്കണം. നേരത്തെ പറഞ്ഞ പോലെ അടിയുറച്ച വിശ്വാസമാണ്, അടിയുറച്ച ദൈവാശ്രയത്വം. വീണ്ടും ഒരു വചനമുണ്ട്, യെശയ്യാ 40:31. ശരിക്കും അത് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവൻ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. അബ്രാഹിമിൻ്റെ ജീവിതം എടുത്ത് നോക്കിയല്ലേ, ഒരു തളർച്ചയില്ല, ഒരു ക്ഷീണവുമില്ല, ഒരു നിരാശയുമില്ല. എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയി. ദൈവത്തിലുള്ള ആശ്രയത്വം അബ്രഹാം മുറുകെ പിടിച്ചതുപോലെ തന്നെ ദൈവമായിരുന്നു എല്ലാറ്റിലും വലിയ സമ്പത്ത്. ദൈവത്തെ കഴിഞ്ഞൊരു സമ്പത്ത് അബ്രഹാത്തിൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ലോത്തുമായിട്ട് ഭൂമിയിൽ പങ്കുവെക്കുമ്പോൾ പോലും ലോത്തിനോട് പറയും, നിനക്ക് ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുത്തുകൊള്ളുക എന്ന് വെച്ചാൽ അതിലൊരു അവനൊരു വില കൽപ്പിക്കുന്നില്ല. എന്ന് വെച്ചാൽ ദൈവമാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഇതിലൂടെ നമ്മളോട് അബ്രഹാത്തിലൂടെ പ്രഘോഷിക്കുകയാണ് അബ്രഹാം നമ്മളോട്. ഇപ്പോൾ വെളിപാട് 2:9 പറയുന്നുണ്ട്, നിൻ്റെ ദാരിദ്ര്യവും ഞെരുക്കവും എനിക്കറിയാം, എങ്കിലും നീ സമ്പന്നനാണ്. ഒരു സമ്പന്നത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ ആശ്രയത്വമാണ്, ദൈവമാണ് നമ്മളുടെ കൂടെ ഉള്ളതെങ്കിൽ ആ സമ്പത്താണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് വിളിച്ചു പറയത്തക്കവണ്ണമുള്ളൊരു വിശ്വാസത്തിലേക്ക് അബ്രഹാം ഉയർന്നു. അപ്പോൾ അവന് മറ്റൊരു നഷ്ടമായിട്ട് മാറിയില്ല. എന്നുവെച്ചാൽ അവൻ്റെ ആരോഗ്യവും തനിക്കുള്ള സമ്പത്ത് മുഴുവനും അവൻ ഈ ദൈവത്തിൻ്റെ സമ്പത്തോട് താരതമ്യം ചെയ്യുമ്പോൾ അതെല്ലാം മാറ്റിവെച്ചു. ഇന്നിപ്പോൾ നമ്മൾക്ക് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ സമ്പത്ത് ഏത് എന്നുള്ള തിരിച്ചറിവില്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. ഇപ്പം ഞാൻ കാണുന്ന സമ്പത്ത് അത് എപ്പോൾ വേണമെങ്കിലും അതിന് മൂല്യം ഇടിയാം. പക്ഷെ ദൈവമായ കർത്താവ് പറയുകയാണ്, ഇന്നലെയും ഇന്നും എന്നും അവന് ഒറ്റ മൂല്യമുള്ളൂ, അത് ഒരിക്കലും താഴെ പോകില്ല. അപ്പോൾ ദൈവമായ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ അടർന്നു വീഴുമ്പോഴും അത് നഷ്ടമായിട്ട് നമുക്ക് തോന്നുകയുമില്ല, നിരാശയോട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുമില്ല. ശരിക്കും പറയുന്നത് ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാനായിട്ട് ഓടുന്നൊരു കാലഘട്ടമാണ്. അപ്പം ഇവിടെ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യം ഇതാണ്. അതായത് ദൈവം പറയുകയാണ്, മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുമ്പോൾ ഭൗതികമായ സമ്പത്തല്ല, സ്വർഗത്തിൽ അവർക്ക് വേണ്ടി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, അത് തുരുമ്പും കീടങ്ങൾ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കുവിൻ, അവിടെ തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുകയില്ല, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയുമില്ല. എന്നിട്ട് കർത്താവ് പറയാണ്, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം. നമ്മുടെ നിക്ഷേപം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമാണെങ്കിൽ നമ്മളെപ്പോഴും നോക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചാർട്ട് നോക്കിയിരിക്കും, ഇല്ലേ? നമ്മുടെ നിക്ഷേപം ബാങ്കിൽ FDയിലാണെങ്കിൽ FDയുടെ പലിശ കൂടുന്നതും കുറയുന്നതനുസരിച്ച് നമ്മുടെ ഹൃദയമിടിപ്പ് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ കർത്താവ് പറയുകയാണ്, നിൻ്റെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ അവിടെ നീ ഒന്നിനെക്കുറിച്ചും, അപ്പം നമ്മളെപ്പോഴും സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ മാതാപിതാക്കൾ ചെയ്തു കഴിഞ്ഞാൽ മക്കൾക്കത് അനുഗ്രഹമായിട്ട് മാറും എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ അബ്രാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് അബ്രാഹത്തിൻ്റെ കാത്തിരിപ്പ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രാഹത്തെ ദൈവം വിളിക്കുമ്പോൾ അബ്രാഹത്തിന് മക്കളില്ല. 75-ാമത്തെ വയസ്സിലാണ് അബ്രാഹത്തെ ദൈവം വിളിക്കുന്നത്. ഉൽപ്പത്തി 12:4 നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, അബ്രാഹത്തിന് 75 വയസ്സുള്ളപ്പോൾ ദൈവം വിളിച്ചിട്ട് പറയാണ്, ഞാൻ നിനക്ക് ഭൂമിയിലെ മണൽത്തരികൾ പോലെ മക്കളെ തരാം, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ മക്കളെ തരാം എന്നൊക്കെ പറഞ്ഞ് അബ്രാഹാം കർത്താവിനെ കണ്ണടച്ച് വിശ്വസിച്ച് അങ്ങ് പുറകെ പോയി. നമ്മൾ വീണ്ടും കാണുകയാണ്, ഉൽപ്പത്തി 21:5 ആണ് ഇസഹാക്ക് ജനിക്കുന്നത്. 21-ാം അധ്യായം 5-ാം വാക്യത്തിൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, വചനം പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, ആ സമയത്ത് അബ്രാഹത്തിൻ്റെ വയസ്സ് 100-ാമത്തെ വയസ്സാണ്. അപ്പോൾ ദൈവത്തോട് ഇത്രയും ചേർന്ന് ഇരുന്ന വ്യക്തി 25 വർഷം കാത്തിരുന്നു. 25 വർഷം കാത്തിരുന്നു. നമ്മളൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച് നാളെ അത്ഭുതം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ചിരി മായും, നമ്മുടെ ഹൃദയം നിരാശ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാത്രം എനിക്ക് കിട്ടുന്നില്ല എന്ന്. അതാണ് സങ്കീർത്തനം പറയുന്നുണ്ട് 27-ാം അധ്യായത്തിൽ 27-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ഇല്ലേ? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളൊരു വലിയ വിശ്വാസം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വചനമാണ് റോമാക്കാർക്കെതിരെ 4-ാം അധ്യായം
19, 20 വചനം. അവിടെ പറയാണ് 100 വയസ്സായ അബ്രാഹത്തെക്കുറിച്ച് പറയാണ്, 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായി എന്നറിയാമായിരുന്നിട്ടും സാറായുടെ ഉദരം വന്ധ്യമാണെന്നറിയാമായിരുന്നിട്ടും അബ്രാഹാം ദൈവത്തിനെതിരെ ചിന്തിച്ചില്ല. വിശ്വാസമില്ലാത്തവരെ പോലെ അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. മറിച്ച് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. എന്തൊരു വചനമാണ് നോക്ക്. അതായത് ബയോളജിക്കലി ഇമ്പോസിബിൾ ടു ഹാവ് എ ചൈൽഡ് അല്ലേ. തൻ്റെ ശരീരം മൃതപ്രായമായി, സാറായുടെ ഉദരം വന്ധ്യമാണ്, എന്നിട്ടും അവൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ ദൈവത്തെ സ്തുതിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അത് അവൻ അനുഗ്രഹമായിട്ട് മാറി. ഇന്ന് പല മക്കളും വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒന്നാമത്തെ കാരണം ഉണ്ടല്ലോ, കാത്തിരിപ്പിൻ്റെ ഒരു പ്രശ്നം. ഞാൻ പ്രാർത്ഥിച്ച കാര്യം എനിക്ക് ഞാൻ വിചാരിച്ച സമയത്ത് കിട്ടണമെന്നുള്ള ഒരു ചിന്തയും ഒരു മനോഭാവമാണ് ഇന്ന് പല മക്കളും ദൈവവിശ്വാസം ഉപേക്ഷിച്ച് പോകാൻ കാരണം 1 പത്രോസ് 5-ാം അധ്യായം 6-7 വചനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലേ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. വീണ്ടും വചനമാണ്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാ. ഓക്കെ, സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസിനെ മനോഹരമായിട്ട് എഴുതി വെച്ചു, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായൊരു ദൈവം നമുക്കുള്ളേ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ദൈവം. പത്രോസിനെ പറയാണ്, താഴ്മയോടെ നീ ഏത് നിയോഗം സമർപ്പിക്കുമ്പോഴും, ഏത് കാര്യം പ്രാർത്ഥിക്കുമ്പോഴും, ഏത് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ അതായത് താഴ്മയോടെ നിന്നുകൊണ്ട്, താഴ്മ, എളിമ, വിനയം, തക്ക സമയത്ത് ദൈവം തന്നെ ഉയർത്തിക്കൊള്ളുമെന്ന് പറയണേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ പ്രാർത്ഥനയ്ക്കും ഓരോ നിയോഗത്തിൻ്റെ പിന്നിലും ഒരു എളിമയുള്ള ഒരു ഹൃദയം വേണം. അവിടെയാണ് ഈ അബ്രാഹത്തിൻ്റെ ഈ കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ വിശ്വാസം വരുന്നത്. ശരിക്കത് ബ്രദർ പറഞ്ഞതുപോലെ മൃതപ്രായനായ അത് മാനുഷ്യമായിട്ട് ചിന്തിക്കുമ്പോൾ പറ്റില്ല, ഒരു രക്ഷയില്ല അവിടെ. പക്ഷേ ദൈവാശ്രയത്തിൽ നിന്ന് നമ്മൾ നേരത്തെ ദൈവാശ്രയത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ കാത്തിരിപ്പ്. അങ്ങനെ കാത്തിരിപ്പ് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുള്ളൂ. നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ യഹൂദരെ കുരിശിൽ തറച്ച് കൊന്നു. അവർ യേശുവിനെ കല്ലറയിലടക്കി വലിയൊരു കല്ലുരുട്ടി വെച്ചു, 2 ഭടന്മാരെ നിർത്തി. യഹൂദ ജനം വിചാരിച്ചു യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ശല്യം ഈ ലോകത്ത് അവസാനിച്ചു എന്ന് വിചാരിച്ചു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നമുക്കറിയാം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ദൈവത്തിന് വേണമെങ്കിൽ പിറ്റേ ദിവസം ഉയർപ്പിക്കാറുന്നില്ലേ? എന്തിനു 3-ാം ദിവസത്തേക്ക് ആക്കിയേ? ലാസർ മരിച്ചു, 4-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ച്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, യേശുവിന് പിറ്റേ ദിവസം പോയി ഉയർപ്പിക്കാറുന്നല്ലോ, എന്തിനീ 4 ദിവസം നീട്ടി നിർത്തിച്ച? രക്തസാകാരി സ്ത്രീ നോക്കിയേ, 12 വർഷം അവൾ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. 32 വർഷം തളർവാദ രോഗി ബെത്സേദ കുളക്കരയിൽ. അപ്പോൾ ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എളിമയോടെ വിനയത്തോടെ കാത്തിരിക്കുമ്പോൾ, വീണ്ടും സഭാപ്രസംഗൻ 9:12 പറയുന്നുണ്ട്, കർത്താവിൻ്റെ സമയം മനുഷ്യന് അജ്ഞാതമാണ്. വീണ്ടും കൊരിന്ത്യസിലായതിൽ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ സ്വീകാര്യമായ സമയത്ത് അല്ലേ കർത്താവ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അബ്രാഹത്തിൻ്റെ കാത്തിരിപ്പ് നമുക്ക് സ്വന്തമാക്കാൻ പരിശ്രമിക്കാം. പിന്നെ നിരാശയില്ല, ടെൻഷനില്ല, പ്രത്യാശ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇപ്പോൾ അബ്രഹാം കാത്തിരുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പോൾ 25 വർഷം കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു, 12 വർഷത്തെ കാത്തിരിപ്പ് രക്ഷിതാക്കാരിൽ കാണിക്കുന്നു. ഇത് ഈ ഒരു കാഴ്ചപ്പാട് മാറിയിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്രഷ്ടാവിന് വേണ്ടി, എൻ്റെ രക്ഷകന് വേണ്ടി എനിക്ക് കാത്തിരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നും കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ഒരു വില മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരൊക്കെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ദൈവത്തെ കാത്തിരിക്കാൻ ഇടയായത് എന്ന് വെച്ചാൽ, ആ ദൈവത്തിലുള്ള ആഴപ്പെട്ടൊരു സ്നേഹം, ആഴപ്പെട്ട വിശ്വാസം, ആ ദൈവത്തെ അത്രമാത്രം ആഴപ്പെട്ട് സ്നേഹിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ജീവിത പങ്കാളി ഇപ്പോൾ തിരിച്ചു വന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കും. എന്തുകൊണ്ടാണ്? അത്രമാത്രം സ്നേഹിക്കുന്നു. ഈ ഒരു സ്നേഹത്തിൻ്റെ ആഴത്തിലേക്കാണ് ദൈവവുമായിട്ട് നമ്മൾ ചെല്ലേണ്ടത്. അപ്പോൾ ആ ഒരു സ്നേഹബന്ധം നമ്മളിൽ ആഴപ്പെടുമ്പോൾ ഈ കാത്തിരിപ്പിനും മടുപ്പുണ്ടാക്കില്ല. ഇപ്പോൾ ഹോശിയ 12:6 പറയുന്നത് തന്നെ, നിൻ്റെ ദൈവത്തിന് വേണ്ടി നീ കാത്തിരിക്കുക.
അപ്പോൾ ഈ കാത്തിരിപ്പെന്ന് പറയുമ്പോൾ കാത്തിരിപ്പിൻ്റെ നീളം നമ്മളെ നിശ്ചയിക്കണേ. ഇത്ര സമയത്ത് അല്ലെ ഇത്രാം തീയതി ഇന്ന സമയത്ത് ഇത് വന്നിരിക്കണം, ഈ അനുഗ്രഹം നേടണം, ഈ സൗഖ്യം എനിക്ക് കിട്ടണം, ഇത് നമ്മൾ നിശ്ചയിക്കുകയാണ്. പക്ഷെ അതല്ല, തക്ക സമയം അതവിടെ നിന്ന് തീരുമാനിക്കും. ദൈവം തീരുമാനിക്കും തക്ക സമയത്ത്. അപ്പോൾ ഈ തക്ക സമയത്ത് നീ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണമെങ്കിൽ ആ ദൈവത്തെ നോക്കിക്കൊണ്ടിരുന്നാലേ ഈ കാത്തിരിപ്പിൻ്റെ നീളം നിനക്കൊരു ബുദ്ധിമുട്ടാകാതിരിക്കുള്ളൂ. നിൻ്റെ നോട്ടം ദൈവത്തിൽ നിന്ന് വിട്ടിട്ട് മറ്റു മേഖലകളിലേക്ക്, നമ്മളെ നോക്കുന്നവരിലേക്ക്, നമ്മളെ ശ്രദ്ധിക്കുന്നവരിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കാത്തിരിപ്പ് മുഷിച്ചിലായിട്ട് മാറും. അത് മറിച്ച് നമ്മൾ ദൈവത്തെ നമ്മളെ ഉറ്റുനോക്കുന്ന, അവൻ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവെന്നാണ് 1 പത്രോസ് 5:6 പറഞ്ഞിരിക്കുന്നത് അല്ലേ. അവൻ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അത് തന്നെയാണ് സങ്കീർത്തനം 33:13 പറയുന്നത്. അവിടുന്ന് താഴേക്ക് നോക്കുന്നു സ്വർഗത്തിൽ നിന്ന്, ഒന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. എന്ന് വെച്ചാൽ ദൈവം നമ്മളെ അത്രമാത്രം സൂക്ഷിച്ച് വീക്ഷിച്ച് അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ ബന്ധമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നിൽ നിന്ന്. അപ്പോൾ ഞാൻ ഈ ദൈവത്തെ അത്രമാത്രം ആഴത്തിൽ സ്നേഹിച്ചാൽ, ദൈവത്തെ പിതാവിനേക്കാൾ മാതാവിനേക്കാൾ മക്കളേക്കാൾ അപ്പുറമായിട്ട്, എനിക്കുള്ള ആരോഗ്യത്തെക്കാൾ അപ്പുറമായിട്ട് എൻ്റെ സൃഷ്ടാവിനെ അത്രമാത്രം ആഴത്തിൽ ഞാൻ സ്നേഹിക്കുമ്പോൾ ഈ കാത്തിരിപ്പ് ഒരു മടുപ്പ് ഉണ്ടാക്കില്ല. അബ്രഹാം ചെയ്ത എനിക്കൊരു വലിയൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, ദൈവം പറഞ്ഞ വഴിയിലൂടെ അബ്രഹാം നടന്നു. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന പല ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിഷ്ടമുള്ള വഴിയിലൂടെ നടക്കും. പ്രശ്നം വരുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയും, കർത്താവെ ഞാൻ നടന്ന വഴിയിലൂടെ നീ ഒന്ന് വരണേ, എന്നെ രക്ഷിക്കണേ എന്ന് പറയും. അബ്രഹാം നേരെ തിരിച്ചാണ് ചെയ്തത്. ദൈവം പറഞ്ഞ വഴിയിലൂടെ അബ്രഹാം നടന്നു. അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് മുന്നേ ദൈവം നടക്കും. ദൈവം പറഞ്ഞ വഴിയിലൂടെ നമ്മൾ നടക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മുന്നേ ദൈവം നടക്കും. അതാണ് ഇസ്രായേൽ ജനത ഈജിപ്തിലെ അടിമത്തം മോചിപ്പിക്കപ്പെട്ട് മരുഭൂമിയിലൂടെ നടന്നപ്പോൾ കർത്താവ് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും അവർക്ക് മുന്നേ നടന്നു. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ദൈവാശ്രയത്വത്തിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മുഴുവൻ അന്ധകാരമായിരിക്കും. അതുകൊണ്ട് അതാണ് കർത്താവ് പറയുന്നത്. യെശയ്യാ 45:2 പറയാണ്, ഞാൻ തന്നെ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കർത്താവെ നീ എനിക്ക് മുന്നേ പോകണമേ, നീ മലകളെ നീ നിരപ്പാക്കണമേ, പിച്ചളവാതിലുകളെ നീ തകർക്കണമേ, ഇരുമ്പോടാമ്പലുകളെ നീ ഒടിക്കണമേ എന്ന് പറഞ്ഞത് നമ്മൾ കർത്താവിനെ നമ്മുടെ മുന്നേ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ ഒരു ശക്തി, പിന്നെ അബ്രാഹം കാത്തിരുന്നൊരവസ്ഥ. അടുത്തൊരു മേഖല നമ്മൾ ഉൽപ്പത്തി 22 വായിക്കുന്നുണ്ട്. ബലി കഴിക്കുന്ന മകനെ ബലി കഴിക്കാൻ പോകുന്ന, അതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കിയാലേ, എത്ര വെറുതെ പറയുമ്പോൾ വർഷങ്ങളോളം കാത്തിരുന്ന് കിട്ടിയ ഒരു പൊന്നോമന മകൻ. എത്രയോ, എനിക്ക് തോന്നണേ അബ്രാഹം എത്രയൊക്കെ ഉപവസിച്ചിട്ടുണ്ടാവും, എത്രയോ മണിക്കൂറോളം ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് കിട്ടിയ മകൻ. ഒരു സുപ്രാതന ദൈവം പറയാ, എടാ അബ്രാഹമേ നിൻ്റെ മോനെ എനിക്ക് കാട്ടറ. അവൻ ഭാര്യയോടോ മോനോടോ ഒന്നും പറഞ്ഞില്ല, വായ നമുക്ക് ബലി അർപ്പിക്കാൻ പോവാം, കുറച്ച് വിറകൊക്കെ എടുത്ത് ശിഷ്യന്മാരെ കൊണ്ടും പോവുക മുകളിലേക്ക്. ഞാനത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ അബ്രാഹത്തിൻ്റെ വിശ്വാസ തീക്ഷ്ണത നോക്കി. ദൈവം എന്തു പറഞ്ഞാലും ചെയ്യാൻ റെഡിയാണ്. ഒരു ഹൃദയത്തിൻ്റെ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ ആഴമുണ്ടല്ലോ. എന്നിട്ട് അബ്രാഹം മോനും കൊണ്ട് മോറിയാമലയിലേക്ക് പോകുമ്പോൾ 2 പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ നമുക്ക് ശരിക്കും ഉൾക്കൊള്ളേണ്ട, മനസ്സിലാക്കേണ്ട, ജീവിതത്തിൽ സ്വന്തമാക്കേണ്ടതാണ്. അബ്രാഹത്തിനോട് ദൈവം പറഞ്ഞു, നിൻ്റെ ഏകപുത്രനെ എനിക്ക് ബലിയർപ്പിക്കണം. ആ ഒരു വിശ്വാസമായിട്ട് മകനെ ബലിയർപ്പിക്കാൻ വേണ്ടി മോറിയമലയിലേക്ക് പോയിട്ട് ഉൽപ്പത്തി 22:5 പറയാണ്, വേലക്കാരോട് പറയാ, അവൻ വേലക്കാട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. ഒന്നാമത്തെ പ്രവചനമായിരുന്നത്. ഞങ്ങൾ പോയി ഞാനും മകനും തിരിച്ചു വരും. രണ്ടാമത്തെ പ്രവചനം വീണ്ടും നമ്മൾ 22:7 വായിക്കുന്നുണ്ട്. ഇസ്ഹാക്ക് പിതാവിനോട് ചോദിക്കുക, അപ്പാ എവിടെയാ കുഞ്ഞാടപ്പാ? വിറകൊക്കെ ഉണ്ട്, എല്ലാവരുടെയും എവിടെയാ കുഞ്ഞാടപ്പാ? അപ്പോൾ അബ്രാഹാം കൊടുക്കുന്ന മറുപടി ഉണ്ട്, ബലിക്കുള്ള കുഞ്ഞാടിന് ദൈവം തന്നെ തരുമോനെ, ദൈവം തന്നെ തരുമോനെ. ആ 2 പ്രവചനങ്ങളുണ്ടല്ലോ. ശരിക്കും അബ്രാഹാം ദൈവത്തിലേക്ക് നോക്കിയിട്ട് പ്രവചനം നടത്തിയത്. അത് പ്രാക്ടിക്കലായി എന്നുള്ളതാണ്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുള്ളതാണ്. കാരണം ദൈവവുമായിട്ട് അബ്രാഹത്തിന് ആഴമായ ബന്ധമുണ്ടായിരുന്നു. ആ അധ്യായം തന്നെ ആരംഭിക്കുന്നത് ദൈവം അബ്രാഹത്തിനെ പരീക്ഷിക്കുമെന്നാണ് ചോദിക്കുന്നത്.
അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടല്ലോ ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ വിലപ്പെട്ടതായിട്ട് സ്വന്തമാക്കി കരുതി വെച്ചിരിക്കുന്ന മക്കളായിരിക്കാം, സമ്പത്തായിരിക്കാം, എന്തുമായിക്കോട്ടെ, അത് ദൈവം തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ എന്താ മറുപടി പറയുക? ആ ഒരു മറുപടിയാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അല്ല, അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ 22-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് ദൈവം പരീക്ഷിച്ചു എന്ന് എഴുതിയിരിക്കണം അല്ലേ. ദൈവം പരീക്ഷിച്ചു എന്ന് വെച്ചാൽ അബ്രഹാത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴം എവിടം വരെ ഉണ്ട്, അവന് വിലപ്പെട്ടതെന്ന് അവൻ കരുതുന്ന ആ ഇസ്ഹാക്കാണോ അതോ ഞാനാണോ വലുത്, അവൻ എനിക്ക് വേണ്ടി തൻ്റെ മകനെ പോലും തരുമോ എന്ന് ഒരു പരീക്ഷണമാണ് അവിടെ കൊടുക്കുന്നത്. ഈ 139-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഒരു ഒരച്ച നോക്കലുണ്ട് അല്ലേ, അത് ദൈവത്തിൻ്റെ സ്നേഹപ്രകടനമാണ്. പക്ഷെ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സഹനം. ദൈവം നമ്മൾ ഉരച്ചു നോക്കും എന്ന് വെച്ചാൽ ആ സ്നേഹത്തെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്. ഞാൻ ഓർക്കുകയാണ്, എനിക്ക് ഈ ഗൾഫിൽ വെച്ചിട്ട് ഉണ്ടായ സഹനത്തിൽ ദൈവം തന്ന ഒരു ഗുണമെന്ന് വെച്ചാൽ, ഗുണമെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്, അന്ന് വേദനയായിരുന്നു അത്. ആ സമയത്ത് ഈ സഹനത്തെക്കുറിച്ച്, ഈ വേദനയെക്കുറിച്ച് പങ്കുവെക്കാൻ ഒരാളെ പോലും എനിക്ക് തന്നില്ല. അങ്ങനെ സാഹചര്യത്തെ അവൻ ചിട്ടപ്പെടുത്തി. ആ ഒരു ചിട്ടപ്പെടുത്തലിലാണ് ഈ സഹനം കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ എനിക്കൊന്ന് പങ്കുവെക്കാൻ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പങ്കുവെക്കാൻ ഒരാളില്ല. ഇവിടെ അബ്രഹാത്തെ നോക്കിക്കേ, പുത്രനായ ഇസഹാക്കിനെ ബലി കഴിപ്പിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ആ വേദന അവൻ ആരോടും പങ്കുവെക്കുന്നില്ല. ചങ്കിൽ നീറുന്നൊരു വേദനയുണ്ട്, പക്ഷെ അതെല്ലാം അടക്കി ഒതുക്കി അതിനേക്കാളുമൊക്കെ എനിക്കിഷ്ടം എൻ്റെ അപ്പനാണെന്ന് പറയുന്ന ഒരു മൗനമായിട്ടുള്ളൊരു പ്രഖ്യാപനം അബ്രഹാത്തിൻ്റെ ജീവിതത്തിലുണ്ട്. ഈ ഒരു പ്രഖ്യാപനം തന്നെ നമ്മുടെ ജീവിതത്തിലും ഈ ഉരച്ചു നോക്കലുണ്ടാകുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലും ദൈവം ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ആ ഉരച്ചു നോക്കൽ നമ്മൾ പരിചയപ്പെട്ടു പോയാൽ, നിലവിളിച്ചു പോയാൽ, അലറിപ്പോയാൽ നമ്മളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ചില സമ്മാനങ്ങളാണ്. നമ്മൾക്ക് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്, ദൈവം തരുന്ന പരീക്ഷണമാണിത്, ഞാൻ അവനെ മുറുകെ പിടിക്കുമെന്നുള്ള രീതിയിൽ എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ ദൈവമാണ് എനിക്ക് ഏറ്റവും വലുതെന്നുള്ള രീതിയിൽ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പരീക്ഷണത്തെ അതിജീവിക്കുമ്പോൾ, അബ്രഹാം മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നത് മലയിലേക്ക് കയറിയതുപോലെയല്ല. മലയിലേക്ക് കയറിയത് നെഞ്ചുപൊട്ടുന്ന വേദനയില്ല, പക്ഷെ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നത് ഒത്തിരി സന്തോഷത്തോടെയാണ്. ഒരു ആകാശ പറവയെ പോലെ അവൻ ഇസഹാക്കിനെ കൊണ്ട് ചീറിപ്പാഞ്ഞ് താഴേക്ക് വരികയും ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചതിലപ്പുറമായിട്ട് എൻ്റെ സൃഷ്ടാവ്, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് പറയുന്നൊരു അത്ഭുതം ഇത് നമ്മൾക്ക് പങ്കുവെക്കാൻ സാധിക്കും. ഒരു മല കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് എന്നുള്ളത് അതൊരു പകൽ പോലെ യാഥാർത്ഥ്യമാണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്. ആൻറ്റി ബ്രദർ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ദുഃഖവെള്ളി ഉണ്ടെങ്കിലാണ് ഒരു ഉയർപ്പ് തിരുനാളുള്ളൂ എന്ന് പറയുന്നത്. ഇതെല്ലാവരുടെയും ജീവിതത്തിൽ അത് അങ്ങനെയാണ്. അപ്പോൾ കയറ്റം വരുമ്പോൾ അല്ലെങ്കിൽ ദുഃഖം വരുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട. ഇതിന് ശേഷം വലിയൊരു സന്തോഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തരുമെന്നുള്ള ഒരു വലിയ സത്യം ഞാൻ ആലോചിക്കുകയാണ്. ഈ കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ തയ്യാറായത് വഴി ദൈവം അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല സകല മനുഷ്യർക്കും അത് അനുഗ്രഹമായിട്ട് മാറുകയാണ്. കാരണം ഉൽപ്പത്തി 22:18 കർത്താവ് പറയാണ്, നീ നിൻ്റെ സ്വന്തം മകനെ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ തയ്യാറായതുകൊണ്ട് ഞാനിതാ നിൻ്റെ സന്തതി വഴി ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. അതായത് നിൻ്റെ സന്തതി എന്നവിടെ വരുമ്പോൾ അവിടെ അബ്രാഹത്തിൻ്റെ വംശാവലിയിൽ നിന്നും ഇനി വരാൻ പോകുന്ന യേശു ക്രിസ്തുവിനെ വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ നോക്കിയേ, ഒരു വ്യക്തിയുടെ വിശ്വാസവും സ്നേഹവും കാത്തിരിപ്പും അനുസരണവും ലോകം മുഴുവനും അനുഗ്രഹമായിട്ട് മാറുകയാണ്. നമ്മളത് ബലിയിൽ ഏറ്റുപറയാണ്, അബ്രഹാത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ പേരോട് ഏറ്റുപറയും. അതാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, കുടുംബത്തിൽ ഒരു അബ്രാഹം ഉണ്ടാകണം. എൻ്റെ കുടുംബത്തിൽ ഞാനൊരു അബ്രാഹമായിട്ട് മാറണം. എൻ്റെ വിശ്വാസം, എൻ്റെ സ്നേഹം, ദൈവത്തിന് വേണ്ടിയുള്ള എൻ്റെ കാത്തിരിപ്പ്, എൻ്റെ ദൈവത്തോടുള്ള അനുസരണം എനിക്ക് മാത്രമല്ല എൻ്റെ തലമുറകൾക്കും അനുഗ്രഹമായിട്ട് മാറണം. ഞാൻ ആലോചിക്കട്ടെ, ഏശയ്യ 59:21 കർത്താവ് പറയുന്നുണ്ട് ഇല്ലേ, നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന വചനങ്ങളും നിൻ്റെയോ അവരുടെ സന്താനങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഞാൻ നീക്കിക്കളയുകയില്ല. അതിന് ഞാനും നിങ്ങളും നമ്മളോരോരുത്തരും ഒരു അബ്രാഹമായിട്ട് മാറണം, നിലകൊള്ളണം. അത് നമ്മൾ അനുഗ്രഹിക്കപ്പെടാനല്ല,
തലമുറകൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട്. ഞാൻ ആലോചിക്കുകയാണ്, ഓരോ കുടുംബത്തിലും ഒരു അബ്രാഹം ഉണ്ടെങ്കിൽ ഈ ലോകം എത്ര മനോഹരമായിട്ട് മാറും. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന, കുടുംബങ്ങൾ ദൈവസാന്നിധ്യത്താൽ നിറയുന്ന ഒരു വലിയ അനുഭവത്തിലൂടെ സകല മക്കളും കടന്നു പോകും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുന്നുണ്ടല്ലേ, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. പഴയ നിയമത്തിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. അപ്പോൾ അബ്രാഹാം മോറിയ മലയ്ക്ക് സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ പോയപ്പോൾ ഒരു കുഞ്ഞാടിനെ എടുത്താണ് അവിടെ ബലിയർപ്പിച്ചത്. ആ കുഞ്ഞാടാണ് പുതിയ നിയമത്തിലെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ഞാൻ വചനം പറയുന്നില്ലേ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പം എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ അബ്രാഹാം വിശ്വസിച്ചതുപോലെ, അബ്രാഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ അതിനെ അതിജീവിച്ച അവസ്ഥകൾ, അബ്രാഹത്തിൻ്റെ കാത്തിരിപ്പ്, ഈ ജീവിത മേഖലകൾ ഞാൻ സ്വന്തമാക്കി കഴിയുമ്പോൾ യെശയ്യാ 58:11 ഒരു വചനം ആത്മാവ് നമ്മൾ ഓർമ്മിപ്പിക്കുക. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും, നിൻ്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തുകയും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവ പോലെയാകും നീ. സഹോദര സഹോദരി, കർത്താവായ യേശു ക്രിസ്തുവിലേക്ക്, അതുമാത്രമല്ല യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മരുഭൂമി അവസ്ഥകൾ കർത്താവ് സമൃദ്ധിയാക്കി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പരിപൂർണമായി സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ വരണ്ട ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, തകർച്ചയായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, കഷ്ടപ്പാടായിക്കോട്ടെ, ബുദ്ധിമുട്ടായിക്കോട്ടെ, ഏത് ജീവിത സാഹചര്യത്തിലാണ് ഞാൻ കടന്നു പോകുന്നത്, ആ മേഖലയിലേക്ക് കർത്താവ് കടന്നു വന്നുകൊണ്ട് നമുക്ക് സമൃദ്ധിയുടെ, സ്നേഹത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു വ്യക്തിയായി ദൈവം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഈ ഭൂമി മുഴുവനെയും സന്തോഷപ്രദമായ ജീവിത രീതിയിലേക്ക് നമ്മൾ നയിക്കും. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ ദൈവാമൃതം.